ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് മാർച്ച് മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിന് മുമ്പേ തന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്ത ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന സീരീസ്, മലയാളം സീരീസ് കണ്ടു റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട മുമ്പത്തെ വീഡിയോ ആണ്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകൾ, മൂവി, സീരീസ്, റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളും അപ്ഡേറ്റുകളും നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് വെങ്കടേഷ്, ഐശ്വര്യ രാജേഷ്, മീനാക്ഷി ചൗധരി എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. തെലുങ്ക് മൂവിയായിരുന്നു. സംക്രാന്തിക്ക് വസ്തുന എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് C5 ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എന്തായാലും സിനിമ കണ്ട് നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത വേദിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തെലുങ്ക് മൂവിയാണ്. ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയായിരുന്നു ഫിയർ എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്ത നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇന്നലെ ഹലോ മമ്മി റിലീസ് ചെയ്തതുപോലെ തന്നെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സും ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും ഈ ഒരു സിനിമയുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മാസം 4-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി ആണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തതുള്ള ഒരു തെലുങ്ക് വെബ് സീരീസ് ആണ്. ഹോം ടൗൺ എന്നാണ് വെബ് സീരീസിൻ്റെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സീരീസ് ഏപ്രിൽ മാസം 4-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു നോർവീജിയൻ മൂവിയാണ്. വിക്ടോറിയ മസ്റ്റ് ഗോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ റിമൈനിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജാപ്പനീസ് മൂവിയാണ്. 11 റെബൽസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. കാപ്പുര കലൈക്കുഴു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. കാതലിസം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. കൈവ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ കന്നഡ ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. കലൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കാലൻ. ഈ സിനിമ ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ജിയോ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്തൊരു ഹിന്ദി മൂവിയാണ്. ദിൽ ദോസ്തി ഓർ ഡോഗ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ മലയാളം മാക്സിലും ആമസോൺ പ്രൈമിലും സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ, ഈ 3 OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ 3 OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മാർച്ച് മാസത്തിൽ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മേ ബി ചിലപ്പോൾ ഈ ആഴ്ച തന്നെ റിലീസ് ചെയ്യാൻ ഈ ആഴ്ച പറഞ്ഞാൽ മാർച്ച് മാസം 7-ാം തീയതി 8-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.